ഹരേ കൃഷ്ണ. ഓം ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നല്ലത് വരട്ടെ, ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടാനുള്ളത് എന്താണ്? നമ്മൾ എന്താണ് നേടേണ്ടത്? എന്തിനോ വേണ്ടിയുള്ള ഓട്ടത്തിലല്ലേ എല്ലാവരും? എന്തിനാണ് ഓടുന്നതെന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല അല്ലേ? നമ്മുടെ ഈ ജീർണിച്ച് നശിച്ചു പോകുന്ന അല്ലെങ്കിൽ കത്തിച്ച് കളയുന്ന ഈ ഒരു ശരീരത്തിനെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് എല്ലാവരും അല്ലേ? ബന്ധങ്ങളെ നിലനിർത്തുവാനും ശരീരത്തെ പോഷിപ്പിക്കുവാനുമായിട്ടുള്ള ഈ ഓട്ടത്തിനിടയിൽ നമ്മളൊന്ന് മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഭഗവാന് നമ്മളെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ നമ്മുടെ ആ ഒരു ആത്മചൈതന്യം വളരെ പ്യുവറാണ് അല്ലേ? നമ്മൾ എപ്പോഴും കണ്ടിട്ടില്ലേ? കുഞ്ഞു മക്കളെ കണ്ടേ, അവർക്ക് സ്നേഹിക്കാനല്ലാതെ എന്തെങ്കിലും അറിയുമോ? എന്തെങ്കിലും ഒരു ദുഷ്ടത നിങ്ങൾക്ക് മനസ്സിലുണ്ടാവുമോ ആ സമയത്ത്? ഇല്ല. അവരൊക്കെ വളരെ പ്യുവറായിട്ട് നിഷ്കളങ്കനായിട്ടാണ് കുഞ്ഞുങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ നിഷ്കളങ്കമായിട്ട് വേണം ഇങ്ങനെ നമ്മളിങ്ങോട്ട് വന്നുവോ അതേപോലെ തന്നെ വേണം ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ തിരിച്ചു ചെല്ലാൻ. അതിനുവേണ്ടി നമ്മളെന്താ ചെയ്യേണ്ടത്? ഈ ശരീരത്തെ പോഷിപ്പിക്കാൻ കൊടുക്കുന്ന ആഹാരം കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ആത്മചൈതന്യത്തിന് നമ്മൾ ആഹാരം നൽകണം. വേണ്ടേ? തീർച്ചയായിട്ടും വേണം. അങ്ങനെ നമ്മുടെ ആത്മചൈതന്യത്തിന് ആഹാരം കൊടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ആഹാരം കൊടുക്കേണ്ടത്, നമ്മൾ ഒരുപാട് നാമങ്ങൾ ജപിക്കുക, പിന്നെ നന്മയോടെ ഇരിക്കുക. സ്നേഹമാണ് ഈശ്വരൻ. എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക, എല്ലാവരെയും ഒരുപോലെ കാണാൻ പഠിക്കുക, എല്ലാവർക്കും നല്ല മനസ്സോടുകൂടി ദയയോടുകൂടി മറ്റുള്ളവരെ സമീപിക്കാനായിട്ട്. എൻ്റെ ദേഹം നോവുന്നത് പോലെ അല്ലെ എൻ്റെ മനസ്സ് നോവുന്നത് പോലെ തന്നെയാണ് മറ്റുള്ളവരുടെ മനസ്സ് നോവുന്നതെന്നും മറ്റുള്ളവരുടെ ശരീരത്തിനുണ്ടാകുന്ന വേദനയെന്നും എല്ലാം ഒന്നാണെന്നുള്ളത് നമ്മൾ പഠിക്കണം. അപ്പോൾ നമുക്ക് ദയുണ്ടാകും, സ്നേഹമുണ്ടാകും. അതല്ലേ പറയുന്നത്, നമ്മൾ ആ ശരീരത്തിന് ഈശ്വരനോട് എത്രത്തോളം അടുത്തിരിക്കുന്നുവോ അത്രത്തോളം ഭഗവാനിലേക്ക് ചെന്ന് ചേരാൻ നമുക്ക് സാധിക്കും. ഇനി അല്ലെങ്കിൽ നമ്മൾ ഈ ഉള്ള പാപങ്ങളെല്ലാം വരുത്തി വെച്ച് നമ്മുടെ ആത്മചൈതന്യത്തിനെ ഇങ്ങനെ ഒരുമാതിരിയാക്കി എന്താ പറയുക, ഒരു വിളക്ക് എടുത്ത് വെറുതെ വെച്ചിരുന്ന നിറച്ച് പൊടി പിടിച്ച് ഇങ്ങനെ പോകുന്നത് പോലെ നമ്മുടെ ആത്മചൈതന്യം കൊണ്ട പാപങ്ങളെല്ലാം ചെയ്ത് ഈ ശരീരം പോഷിപ്പിക്കാനായിട്ട് ഓടി നടന്ന് ജീവികളെ കൊല്ലുക, ഓടി നടന്ന് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. മനസ്സാ വാചാ കർമ്മണ നമ്മൾ ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികളും നമ്മളിലേക്ക് പാപങ്ങളെ കൊണ്ടുവരുന്നു അല്ലേ? ആ മനസ്സാ വാചാ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം സ്നേഹത്തോടെയുള്ളതും വളരെ പ്യുവറായിട്ടും കരുണയോടെയും ദയയോടുകൂടിയും ഒക്കെ ചെയ്യുകയും